അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വായനാദിനമായി ബന്ധപ്പെട്ട് എടക്കുളം ദർസിന്റെ ലൈബ്രറിന്റെ കീഴിൽ നടക്കുന്ന ഒരു എക്സ്പോ ആണ് ഇവിടെ കാണുന്നത്. റീഡോപ്പിയ എന്നുള്ളൊരു ശീർഷകത്തിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഉൾവശം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ആദ്യം തന്നെ എൻട്രൻസിൽ മനോഹരമായൊരു വെൽക്കമിങ് കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ടടുത്ത് തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പുരാതന കാലഘട്ടത്തിൽ പഴയ കിതാബുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സ്വഹീഹ് മുസ്ലിമും അതുപോലെ തന്നെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളും ഫിഖ്ഹി ഇതുമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല പഴക്കമുള്ള ഒരു കിതാബുകളാണ്. അതിനോട് ചേർന്നിട്ട് തന്നെ ഈ കിതാബുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇതിന്റെ മുസന്നിഫുകളുടെ പേരും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും കൂടെ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഹദീസിന്റെയും ഫിഖ്ഹിന്റെ അതുപോലെ ഇമാമിങ്ങൾ വരുന്നതും അതൊരു ഷജറ രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആദ്യ സെക്ഷൻ പിന്നെ കാണുന്നത് റീഡിംഗ് കോർണർ ആണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളും വായിക്കാനുള്ള കൗണ്ടർ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തവിടെ നോക്കുകയാണെങ്കിൽ മസിൽ കൗണ്ടറാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ മെമ്മറി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു മെയ് ഗെയിമിംഗ് സെക്ഷനാണ് ഈ ഒരു ഭാഗത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാഹ് ഉഷാറായിട്ടുള്ളത്. നമ്മുടെ അടുത്ത സെക്ഷൻ വരുന്നത് റീഡിംഗ് കോർണറിന്റെ നേരെ ഓപ്പോസിറ്റ് വശത്താണ് കിടക്കുന്നത്. അതിൽ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എഐകളെ കുറിച്ചിട്ടും ഡിജിറ്റലുമായി ബന്ധപ്പെട്ട ഒരു വിവരണങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് എഴുത്തുകാരുടെ ഹോട്സുകളും അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധമായ രചനകളെ കുറിച്ചിട്ടാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും ഇവിടെ ഒരുപാട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിതാബുകളും അതുപോലെ തന്നെ മറ്റു വലിയ വലിയ ബുക്സ് ആണ് ഇവിടെ ഉള്ളത്. അടുത്ത സെക്ഷൻ വരുന്നത് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സംസ്ഥയുടെ മുൻകാല പണ്ഡിതന്മാരെ കുറിച്ചുള്ളതായ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇവിടെ ചാർട്ടിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ നൽകുന്നതായ പുസ്തകങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രങ്ങളും അങ്ങനത്തെ സംസ്ഥയുടെ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ട് മാഷാ അല്ലാഹ് ഉഷാറായിട്ടുള്ളതൊക്കെ. എക്സ്പോയുടെ അവസാന സെക്ഷനാണിത്. ഇതാണ് എക്സ്പോ എന്നുള്ള ആ ഒരു ഇതിനെ മാറ്റിമറിച്ചൊരു സെക്ഷനാണിത്. ഇതിന്റെ ഹെഡിങ് തന്നെയാണ് പഴമയുടെ താളുകൾ എന്നുള്ളൊരു സെക്ഷനിലാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് ചരിത്രമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഒരു അമീൻ ഉസ്താദ് ഇവിടെ ഉണ്ട്. അമീൻ ഉസ്താദ് ഇതിനെ വിശദീകരിച്ചു തരും. പഴമയുടെ താളുകൾ എന്ന ഈ സെക്ഷനിൽ ഒരുപാട് പുരാതന വസ്തുക്കളും അതുപോലെ തന്നെ ഇസ്ലാമികമായ ചരിത്ര സംഭവങ്ങളെ കുറിച്ചിട്ട് നമ്മളെ ദർസ് വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ പഴയകാലം മക്കയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു മിനിയേച്ചർ. ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടും ആ കഅബയും ആ പട്ടണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ദർസ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും ഇതിൻ്റെ ജനതയും അള്ളാഹു പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ ആ കപ്പലിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ. അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു മിനിയേച്ചറാണിത്. പിന്നെ നമ്മുടെ ദർസിലെ ചെറിയ വിദ്യാർത്ഥികളെ ക്രിയേറ്റിവിറ്റീസാണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പുരാതന വസ്തുക്കളായ ഒരുപാട് സാധനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് റേഡിയോ. 1970 നാഷണൽ പാനസോണിക് എന്ന ജാപ്പനീസ് കമ്പനി നിർമ്മിച്ച ഒരു റേഡിയോ ആണിത്. ഇതിന് ഇന്നും വളരെയധികം ആരാധകരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മറ്റു വസ്തുക്കളും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എടക്കുളം ജുമാ മസ്ജിദിന്റെ ഒരു മിനിയേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ഒരു മിനിയേച്ചറിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മാഷാ അല്ലാഹ് വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മുടെ എക്സിറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു അഭിമുഖപുര എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു അഭിപ്രായം എഴുതി ഇവിടെ സ്റ്റിക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലൈബ്രറിയിൽ നിന്ന്. മാഷാ അല്ലാഹ് എന്തുകൊണ്ടും വളരെ മനോഹരമായുള്ളൊരു എക്സ്പോ തന്നെയാണ് ഇവിടെ ലൈബ്രറിയിൽ നിന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാഹ് അത് കബൂലാക്കുമാറാകട്ടെ.